ഏറെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയട്ടെ. ഈ ലോകത്തിലെ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ന്യൂട്ടനോ ഗലീലിയോയോ ഐൻസ്റ്റീനോ ഒന്നുമല്ല. തീർച്ചയായും അതൊരു കുട്ടിയായിരിക്കും. ഞാനും നിങ്ങളും നമ്മളും എല്ലാം ഒരിക്കലായിരുന്നതുപോലെ ഒരു കുട്ടി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കുട്ടിയായിരുന്നപ്പോൾ കൺമുന്നിൽ കാണുന്ന എല്ലാത്തെയും നോക്കി ചോദിക്കാൻ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട്? ആകാശത്തിന് എന്തുകൊണ്ടാണ് നീല നിറം? മഴ പെയ്യുന്നത് എങ്ങനെയാണ്? സമയത്തിനനുസരിച്ച് നിഴലിൻ്റെ നീളം എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? നക്ഷത്രങ്ങളെ എന്താ രാത്രി മാത്രം കാണാൻ കഴിയുന്നത്? പാഠപുസ്തകങ്ങൾക്ക് മുമ്പ്, ലബോറട്ടറികൾക്ക് മുമ്പ്, പരീക്ഷകൾക്ക് മുമ്പ് നമ്മുടെ ഉള്ളിൽ കൗതുകം മാത്രമായിരുന്നു. നമുക്ക് ചുറ്റുമുള്ളതിനെ മനസ്സിലാക്കാനുള്ള തീർത്തും നിഷ്കളങ്കമായ ആഗ്രഹം മാത്രമായിരുന്നു. ശാസ്ത്രത്തിൻ്റെ ചരിത്രമെടുത്താൽ ഓരോ കണ്ടെത്തലുകളിലും നമ്മൾ നേരത്തെ പറഞ്ഞ ആ കുട്ടിത്തമുള്ള ചോദ്യത്തിൻ്റെ പ്രതിധ്വനികൾ കേൾക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിൽ ഇതൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഒരു ചെറിയ കുട്ടി അത്യാവശ്യം വെയിലുള്ള ഒരു ദിവസം വീടിന് പുറത്തിറങ്ങി. ഒരു വടിയുമെടുത്ത് പറമ്പിലെ ഓരോ ചെടികളിലും പതിയെ തലോടി അവൻ നടക്കാൻ തുടങ്ങി. ആ നടത്തത്തിൽ അവനോടൊപ്പം അവൻ്റെ നിഴലും ചലിക്കുന്നത് അവൻ ശ്രദ്ധയോടെ നോക്കി. വൈകുന്നേരങ്ങളിൽ ആ നിഴലിൻ്റെ നീളം കൂടി വരുന്നു. ഉച്ച സമയത്ത് അത് ചെറുതാവുന്നു. ഈ ചിന്ത അവനിതൊരു സ്പാർക്ക് അവശേഷിപ്പിച്ചിരിക്കാം. ഒരുപക്ഷെ ആ നിമിഷത്തിലായിരിക്കാം അവനിൽ അവൻ പോലും അറിയാതെ ആസ്ട്രോണമി എന്ന ശാസ്ത്രശാഖ പിറവിയെടുത്തത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ട്രിഗണോമെട്രി എന്താണെന്ന് അറിയില്ല, ഭൂമിയുടെ ഭ്രമണത്തെക്കുറിച്ച് അറിയില്ല. അവൻ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: അവന് ചുറ്റും നടക്കുന്നവയുടെ കാരണങ്ങൾ കണ്ടെത്തുക. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ശാസ്ത്രവും. സമവാക്യങ്ങൾ മാത്രമല്ല, യൂണിറ്റുകളുമല്ല, നിർവചനങ്ങളുമല്ല. എന്നാൽ നമ്മൾ വളരും തോറും ലോകം നമുക്ക് ഉത്തരങ്ങൾ നൽകുന്നു. പക്ഷേ അതോടൊപ്പം നമ്മുടെ ഉള്ളിലെ ചോദ്യങ്ങൾ പതിയെ ഇല്ലാതാകുന്നു. അത്ഭുതങ്ങളെ സ്നേഹിച്ചിരുന്ന നമ്മുടെ മനസ്സിനോട് കാര്യങ്ങൾ മനഃപ്പാഠമാക്കാൻ നിർബന്ധിക്കുന്നു. കൗതുകങ്ങൾക്ക് മേലെ ചെയ്യുന്നത് തെറ്റിപ്പോകുമെന്ന ഭയം ഒരുതരം ആധിപത്യം സ്ഥാപിക്കുന്നു. അർത്ഥങ്ങളെ മറന്ന് മാർക്കുകൾ വെട്ടിപ്പിടിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ശാസ്ത്രം അതിബുദ്ധിമാന്മാർക്കുള്ളതൊന്നുമല്ല. കൗതുകമുള്ളിടത്ത് ശാസ്ത്രമുണ്ട്. കൗതുകമില്ലാത്ത മനസ്സുകളുണ്ടോ? ചെറിയ ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ എന്തോ ഒന്ന് നമ്മെ താഴേക്ക് വലിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവാറില്ലേ? അവിടെ നിന്നായിരിക്കാം നമ്മൾ ഒരുപക്ഷെ ഫിസിക്സിൻ്റെ ആദ്യ പാഠം പഠിച്ചിട്ടുണ്ടാകുക. ഒരു വിത്തിൽ നിന്ന് പതിയെ അതിൻ്റെ മുള വന്ന് അതൊരു മരമാകുന്നതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, ആ കാഴ്ചയിൽ നിന്നായിരിക്കാം നമ്മളൊരു പക്ഷേ ബയോളജി പഠിച്ചു തുടങ്ങുന്നത്. പേപ്പർ കത്തി ചാരമാകുന്നത് കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ രാസപ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങുകയാണ്. രാത്രിയിലെ ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുമ്പോൾ കുഞ്ഞു വാന നിരീക്ഷകരായി നാം ഓരോരുത്തരും മാറുന്നു. ഇതൊന്നും നമുക്ക് നൽകാൻ എക്സാമുകൾക്ക് സാധിക്കില്ല. ഒരു സിലബസിനും ഇവയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഒരു മാർക്ക് ഷീറ്റിനും ഇവയൊന്നും അളക്കാൻ സാധിക്കില്ല. കാരണം ശാസ്ത്രം എന്നത് പ്രകൃതിയെ പ്രണയിക്കാനുള്ള ഒരു പ്രധാന മാധ്യമമാണ്. ഇന്ന് നിങ്ങളെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. വിദ്യാർത്ഥികളാകുന്നതിന് ഏറെ മുൻപ് നമ്മൾ ഓരോരുത്തരിലും ഒരു സയൻറ്റിസ്റ്റ് ജീവിച്ചിരുന്നു. അവിടേക്കുള്ള തിരിച്ചുപോക്ക് അത്ര ശ്രമകരമൊന്നുമല്ല.
ഒരു ചോദ്യത്തിൻ്റെ അകലം മാത്രമേ അങ്ങോട്ടുള്ളൂ. അതെ, എന്താണ് ആ ചോദ്യം? എന്തുകൊണ്ട് എന്ന ആ വിലയേറിയ ചോദ്യം. ആ ചോദ്യത്തിന് വീണ്ടെടുക്കാനുള്ള ഒരു ചെറിയ യാത്രയിലേക്ക് ഏറെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. Back when science was a story.